ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ ഫോർഡ് ഫിഗോന്റെ റേഡിയേറ്റർ ഫാന് ഷോർട്ടാവുകയാണ്. ഷോർട്ടായിട്ട് അതിന്റെ മെയിൻ ഫ്യൂസ് അടിച്ച് പോകുന്നുണ്ട്. ആ ഫാൻ വർക്കാണല്ലോ ഓറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ റേഡിയേറ്ററിന്റെ ഫാൻ എങ്ങനെ മാറ്റാനുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബമ്പറൊക്കെ അഴിക്കാണ്ട്. അപ്പോൾ അതെങ്ങനെ ഏതൊക്കെ ഭാഗങ്ങൾ അഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഫോർഡിൻ്റെ ഫാൻ മോട്ടർ അഴിക്കാന്നുണ്ടെങ്കിൽ ബമ്പർ അഴിക്കണം. ബമ്പർ അഴിക്കാതെ നമുക്ക് ഫാൻ മോട്ടർ അഴിക്കാൻ പറ്റില്ല. ആ ബമ്പർ അഴിക്കണമെങ്കിൽ അത് നമ്മൾ ഈ സൈഡിൽ ഫ്ലവറിൻ്റെ സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ 12ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. 13 ബോൾട്ട് ഉണ്ടായിരിക്കും. അവിടെ 1, 2 രണ്ടെണ്ണം ഉണ്ടായിരിക്കും. അതേപോലെ അപ്പുറ സൈഡ് ഉണ്ടായിരിക്കും. ആ ബമ്പർ അഴിച്ചെടുക്കുക ആദ്യം. ബമ്പർ അഴിച്ചതിന് ശേഷം ഇതാണ് ഫാൻ മോട്ടർ. ആ ഫാൻ മോട്ടർ നമുക്കിതിൻ്റെ പൊക്കാൻ പറ്റില്ല, അത് ഇവിടെ തടയും. ഈ ലോക്കാണ്. ഈ ലോക്കിന് പൊക്കി കഴിഞ്ഞാൽ മതി, പൊക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് തടയുന്നതുകൊണ്ട് നമുക്കിത് താത്തണം. റേഡിയേറ്ററും കണ്ടൻസറും എല്ലാം കൂടി താഴത്തേക്ക് താത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബമ്പർ അയക്കണം. അടിയെ ക്രോസ് അയക്കണമെങ്കിൽ ബമ്പർ അയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബമ്പർ അയക്കുക എന്ന് പറയുന്നത്. ഈ 2 ബോൾട്ട് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. അതേപോലെ അപ്പുറത്തെ സൈഡും ഉണ്ടായിരിക്കും, ഈ സൈഡും ഉണ്ടായിരിക്കും. ഈ ബോൾട്ട് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിൽ താത്തിയെടുക്കാം. ഈ ക്രോസുമായിട്ട് മൊത്തത്തിൽ താവും. ഇവിടെ നമ്മൾ സെൻറ്ററിൽ ജാക്കി വെക്കണം, അല്ലാതെ ഒന്നിച്ച് താന്നു പോകും. ആ സെൻറ്ററിൽ ജാക്കി വെച്ചിട്ട് ഒരു കുറച്ച് ഭാഗം താത്തി വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഫാനിൻ്റെ കപ്ലർ ഊരണം. ഒരു കപ്ലിംഗ് ഉണ്ടായിരിക്കും. മുകളിലൊരു റെസിസ്റ്ററിൻ്റെ കപ്ലിംഗ് ഉണ്ടായിരിക്കും. 2 വയറുണ്ടായിരിക്കും. മുകളിൽ റെസിസ്റ്റർ ഉണ്ടായിരിക്കും, ഫാനിൻ്റെ കപ്ലിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ ലോക്കിൽ നിന്ന് ജസ്റ്റ് പൊക്കുക. ഇവിടെ നിന്ന് പൊന്തി പോകും. അപ്പോൾ പൊന്തിയിട്ട് നേരെ ജാക്കി വെച്ചിട്ട് താത്തിയാൽ മതി. നമ്മൾ നേരെ ഇത് അടിഭാഗത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഫാന് മുകളിലേക്ക് പോവില്ല, അടിഭാഗത്തേക്ക് ഫാൻ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ക്രോസ് അഴിക്കുകയാണ്. ആ ബോൾട്ടെല്ലാം ലൂസാക്കി എടുക്കാൻ പോവാണ്. ബാറ് ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡത്തെ അഴിച്ച് ഫുള്ളായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡത്തെ ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കാം. സെൻറ്ററിൽ ജാക്കി വെച്ചിട്ടുണ്ട്. ജാക്കി വെക്കാൻ മറക്കരുത്, എല്ലാം കൂടി ഒന്നിച്ച് താഴെ വന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം താഴ്ത്തിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലത്തെ ബോൾട്ടുകൾ അഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫാനിൻ്റെ ലോക്ക് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കും. ഒരു മൈനസ് വെച്ചിട്ട് ഒരു ചെറിയ ലോക്ക് ഉണ്ടാകും, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിയിൽ മാത്രമേ ഉള്ളൂ ആ ലോക്ക് വരുന്നുള്ളൂ, മുകളിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണുള്ളൂ. അപ്പോൾ അടിയിൽ നിന്ന് ആ ലോക്ക് തിക്കി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പൊക്കുക, നേരെ അടിഭാഗത്തേക്ക് ഫാൻ ഇറക്കുക. പിടിച്ചോട്ടോ, മുകളിലേക്ക് ഇത് പോരില്ല. അപ്പോൾ അടിഭാഗത്തേക്ക് തന്നെ ഫാൻ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടൻസറും റേഡിയേറ്ററും കുറച്ച് താത്തി കൊടുക്കണുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പോരില്ല. ജാക്കി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കുക. ഇത് നോക്കണം. ആ അപ്പോൾ ഫാനിൻ്റെ അസംബ്ലി പോന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കണം. ആദ്യം ഇതിൻ്റെ ലീഫ് അഴിക്കണം. ആ ഫോർഡിൻ്റെ ഫാൻ മോഡിൻ്റെ ലീഫ് അഴിക്കണം പ്രത്യേകം സേക്കണം. ഇതിൻ്റെ നെറ്റ് ഓപ്പോസിറ്റ് ത്രെഡായിരിക്കും. ലൂസാകുമ്പോൾ ടൈറ്റ് ആക്കുമ്പോൾ ലൂസാവും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതും ഒരിക്കലും മറക്കരുത്. ഫോർഡിൻ്റെ ഫാൻ മോഡിൻ്റെ ലീഫ് അങ്ങനെ ആയിരിക്കും. ഇനി ഇപ്പോഴത്തെ നെറ്റുകളൊക്കെ കഴിച്ചതിൻ്റെ പുതിയ ഫാൻ മോട്ടർ ഫിറ്റ് ചെയ്താൽ മതി.
ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ട വീണ്ടും കാണാം.